അപ്പോൾ 10ാം ക്ലാസ് SSLCയുടെ റിസൾട്ട്സ് ഒക്കെ വന്ന് നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങളിപ്പോൾ അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുകയാണ്. പലപ്പോഴും നിങ്ങൾ സയൻസ് സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അത് ബയോ ആണ് നിങ്ങളുടെ മേജർ സബ്ജക്റ്റായി എടുത്തത്. ഫോർ എക്സാമ്പിൾ ബയോ, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി. ഇവിടെ ബയോളജി നിങ്ങൾ എടുത്തിട്ടുണ്ടാവുക തന്നെ നിങ്ങളുടെ ആഗ്രഹം ഒരു മെഡിക്കൽ എൻട്രൻസ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാനായിരിക്കും. എന്നാൽ നിങ്ങൾ അതിന് പകരമായിട്ട് മാത്സ് എടുത്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് എൻജിനീയറിംഗ് ഫീൽഡിനോടാവും താല്പര്യം. പക്ഷേ കുട്ടികളും അതുപോലെ തന്നെ പാരൻസും കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. 10th ശേഷം +1 നമുക്ക് എൻട്രൻസ് കോച്ചിങ് പോസിബിൾ ആണ്. കാരണം പലപ്പോഴും സ്റ്റേറ്റ് ബോർഡിൽ പഠിക്കുമ്പോൾ മക്കളുടെയും അതുപോലെ തന്നെ പാരൻസിൻ്റെയും ഒരു തെറ്റായ ധാരണ ഈ സ്റ്റേറ്റ് ബോർഡിൻ്റെ സിലബസും നമ്മുടെ എൻട്രൻസിൻ്റെ സിലബസും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് സ്കൂളുകളിൽ പഠിച്ചുകൊണ്ട് നമുക്ക് എൻട്രൻസ് പ്രിപ്പയർ ചെയ്യാനാകില്ല. അങ്ങനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ തന്നെ അത് കുട്ടികൾക്കൊരു ഓവർ സ്ട്രെസ് ആവും. അങ്ങനെ കുട്ടികൾ +1 പഠിക്കുന്നു, അതിനോടൊപ്പം അവർ ഓരോ സബ്ജക്റ്റിനും ഇൻഡിവിജ്വൽ ട്യൂഷന് പോകുന്നു. ഇത് കഴിഞ്ഞ് +1 +2 ശേഷം 1 ഇയർ ഡ്രോപ്പ് എടുത്തായിരിക്കും എൻട്രൻസിന് പഠിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്, അല്ലേ? ഇങ്ങനെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുള്ളത്. അവരെല്ലാവരും പറയുന്നത് മക്കളെ ഓവർ സ്ട്രെസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ്. ശരിക്കും ഇപ്പോഴാണ് നമ്മൾ മക്കളെ ഓവർ സ്ട്രെസ് ചെയ്യുന്നത്. കാരണം സ്കൂളിൽ നമ്മൾ ഈ സബ്ജക്റ്റുകളെല്ലാം പഠിപ്പിച്ച ശേഷം പിന്നെയും അവർക്ക് എക്സ്ട്രാ ട്യൂഷൻ വേണ്ടി വരികയാണ്, അല്ലേ? എക്സ്ട്രാ ടൈം ഈ സബ്ജക്ട്സിന് അവർ ട്യൂഷന് വേണ്ടി വരികയാണ്. ഇനി അവിടെയും പഠിച്ചവർ രാത്രി എത്തിയേച്ച് അതെല്ലാം അവർ റിവൈസ് ചെയ്യുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് +2 ബോർഡ് എക്സാമിന് ഒരു ഉന്നതമായ മാർക്ക് വാങ്ങിച്ചു എന്ന് തന്നെ വിചാരിക്കുക. 90% അല്ലെങ്കിൽ ഫുൾ A+ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. അതിനുശേഷവും ദേ വോണ്ട് ആക്ച്വലി ക്രാക്ക് ദെയർ നീറ്റ് ഓൺ ദ ഫസ്റ്റ് ടേൺ. പിന്നെയും അവരെ എന്ത് ചെയ്യണം? ഇത്രയും നല്ലപോലെ പഠിച്ച മക്കൾ പിന്നെയും ഒരു വർഷം ഫുള്ള് ഈ +1 +2 സിലബസ് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ച് ഒരു വർഷത്തിൽ ഫുള്ള് അവർ എൻട്രൻസിന് മാത്രം പഠിച്ച് അതിൻ്റെ സ്ട്രെസ്സും ക്യാരി ചെയ്ത് അവർ എൻട്രൻസ് എക്സാമിന് പോകണം. ഈസ് ഇറ്റ് റിയലി എ വൈസ് ഡിസിഷൻ? അങ്ങനെ സ്റ്റേറ്റ് പഠിക്കുന്ന മക്കൾക്ക് ഒരിക്കലും അതിനോടൊപ്പം എൻട്രൻസ് എക്സാം കൊണ്ടുപോകാൻ സാധിക്കില്ലേ? അപ്പോൾ നമുക്കിതൊന്ന് ക്ലിയർ കട്ടായി മനസ്സിലാക്കാം. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഇസ്, നമ്മൾ സ്റ്റേറ്റ് സിലബസിലെ +1 +2 പഠിക്കുന്ന ടെക്സ്റ്റുകളാണ് SCERT ടെസ്റ്റുകൾ. ഈ ടെസ്റ്റുകൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒരു NCERT ടെക്സ്റ്റിനെ എടുത്തു വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ദേ ആർ ഓൾമോസ്റ്റ് സിമിലർ ടെക്സ്റ്റ്. ഇവർ പഠിക്കുന്നത് ഓൾമോസ്റ്റ് സിമിലർ സിലബസാണ്. ചാപ്റ്റേഴ്സിൽ വ്യത്യാസമില്ല, സിലബസിൽ വ്യത്യാസമില്ല. ആകെ എഴുതാൻ പോകുന്ന ബോർഡ് എക്സാമുകളുടെ പാറ്റേണിലാണ് വ്യത്യാസം. എന്നാൽ ഈ മക്കൾ എൻട്രൻസ് ഇതിനോടൊപ്പം പഠിച്ചാൽ ശരിക്കും ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആവുന്നു? ഒരിക്കലുമില്ല. ദിസ് ഈസ് ഗോയിങ് ടു ബി എ ബിഗ് അഡ്വാൻറ്റേജ്. കാരണം പലപ്പോഴും സ്കൂളുകളിൽ ഇവർ പഠിച്ച ശേഷം ഇവർ ട്യൂഷന് പോവേണ്ടി വന്നിരുന്നത് ഈ സ്കൂളിൽ പഠിച്ചതിൻ്റെ ബേസിക്സ് അത്രയധികം സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ സ്കൂളിൽ തന്നെ വളരെ സ്ട്രോങ് ആയി ബേസിക്സ് പഠിക്കാൻ പറ്റിയാലോ അവർക്ക് പിന്നെ എക്സ്ട്രാ ട്യൂഷന് പോകണ്ടല്ലേ? ആ ടൈം സേവ് ചെയ്തുകൊണ്ട് അവർക്ക് എൻട്രൻസ് എക്സാമിന് ഫോക്കസ് ചെയ്യാം. ഇതാണ് സൈലത്തിൻ്റെ സ്റ്റേറ്റ് സ്കൂളുകളിലുള്ള ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത്. യെസ്, സ്കൂളിൽ വന്ന് +1 +2 സ്റ്റേറ്റ് ബോർഡിൽ പഠിക്കുന്ന മക്കൾക്ക് അതിനോടൊപ്പം തന്നെ അടിപൊളിയായി എൻട്രൻസ് എക്സാമിനും പ്രിപ്പയർ ചെയ്യാം. ഇത് നിങ്ങൾ ഒരു ബയോ സ്ട്രീം എടുത്ത മക്കളാണെങ്കിൽ നീറ്റ് എൻട്രൻസ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം. ഇനി നിങ്ങളൊരു മാത്സ് സ്ട്രീം എടുത്ത മക്കളാണെങ്കിൽ നിങ്ങൾക്ക് JEE എൻട്രൻസ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് വിത്തൗട്ട് എനി ഫെർദർ ട്യൂഷൻ. കാരണം ഇവിടെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും സൈലത്തിൻ്റെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹോസ്റ്റലിൽ വന്ന് ഡൗട്ട് ക്ലിയർ ചെയ്ത് നൽകുന്നതാണ്. സോ യു ഡോണ്ട് ഹാവ് ടു ഗോ ഫോർ ആൻ എക്സ്ട്രാ ട്യൂഷൻ, ഡോണ്ട് ഹാവ് ടു ടേക്ക് എൻ എക്സ്ട്രാ എഫേർട്ട്. വിത്ത് ദ സെയിം എഫേർട്ട് യു ആർ ആക്ച്വലി ഗോയിങ് ടു ക്രാക്ക് 2 എക്സാംസ്. അപ്പോൾ ഇതല്ലേ നമുക്ക് വേണ്ടത്? ആണല്ലേ? അപ്പോൾ ഇനിയും നിങ്ങൾ സംശയിച്ചിരിക്കേണ്ട, സൈലത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ പ്രോഗ്രാം ഇനി സ്റ്റേറ്റ് സ്കൂളുകളിലേക്കും എത്തുകയാണ്. ആൻഡ് ഫോർ വിച്ച് നമ്മളൊരു എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. ഈ വരുന്ന 28-നാണ് നമ്മുടെ നെക്സ്റ്റ് എക്സാം വരിക. അതും എക്സ്ക്ലൂസീവ്ലി നമ്മുടെ സ്റ്റേറ്റ് ബോർഡിലെ മക്കൾക്ക് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു നെക്സ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യാം. ഇതൊരു MCQ ബേസ്ഡ് എക്സാം ആണ്, ജസ്റ്റ് ലൈക്ക് നീറ്റ് ഓർ JEE. ഇതിൻ്റെ സിലബസ് വരിക നിങ്ങൾ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിച്ച അതേ സിലബസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് MCQ ബേസിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ, അതിൻ്റെ 4 ഓപ്ഷൻ വരും. അതിൽ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാം. ഫോർ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ JEE എൻട്രൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് പോകാൻ താല്പര്യമുള്ള മക്കൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഒരു നീറ്റ് എൻട്രൻസ് അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് ആസ്പിറൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് ഓപ്റ്റ് ചെയ്യാനുള്ളത്.
അപ്പോൾ ആരും തന്നെ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. കാരണം ഈ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം വഴി 100% സ്കോളർഷിപ്പോടുകൂടി നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സൈലം ഇൻ്റർഗ്രേറ്റഡ് സ്കൂളിൽ ഫ്രീ ആയി പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോവുകയാണ്. സോ ഡോണ്ട് മിസ് ദിസ് പാർട്ട്, ഗോ ഫോർ ദി എക്സാം. ഇതുവരെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക, ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. സീ യു ദേർ, ബൈ.